ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡിന്നർ സ്പെഷ്യലാണ്. ഡിന്നറിന് നിന്ന് പുട്ടും ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു അടിപൊളി ബീഫ് കറിയാണ്. ഇപ്പോൾ റംദാൻ മാസമാണ്, പിന്നെ ഈസ്റ്ററും ഒക്കെ വരുമല്ലോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അത് 1 കിലോ ബീഫാണുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒരു 4-5 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ പിടി വെളുത്തുള്ളിയാണ് കേട്ടോ. ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു 20 എണ്ണമൊക്കെ വരും. ഇത് അത്രയും നല്ല പോലെ ഒന്ന് ചതച്ച് റെഡിയാക്കി വെക്കാം. പേസ്റ്റ് ആയാലും മതി. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടു. 1 കിലോ ബീഫാണ്. അതിനകത്തേക്കൊരു 3-4 സവോളയുടെ വലിപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആദ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി വെക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് കുറച്ച് സമയം ഒരു 20 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കുറച്ച് മീറ്റിലോട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടു. അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നല്ലൊരു മണം വരും. കുരുമുളക് മൂത്ത് കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കുക. ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലായിട്ട് വരും. ഒരുപാട് കരിഞ്ഞു പോകരുത്. അതെ, ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികൾ ഇട്ടിട്ട് പിന്നെ ഏറ്റവും ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായി ഒരു മൂത്ത ഒരു മണം വരും. ഇത്രയും മതി, നമുക്ക് മാറ്റാം. ഇനി ഇതൊരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ലൂസ് ആവരുത്. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ. ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവാനായിട്ട് വെക്കുക. ഒരുപാട് വേണ്ട, ഒരു 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ബീഫ് വെന്ത് കഴിയുമ്പോൾ അതിനകത്തൊന്നും കുറച്ച് വെള്ളം വരും. ഞാനിതൊരു 5-6 വിസിൽ വേവിച്ചു കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റിനനുസരിച്ച് വേവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി. ഞാനൊരു 6 വിസിൽ കഴിഞ്ഞപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് തുറക്കുന്നത്. പിന്നെ നമുക്കത് കറിയാക്കി എടുക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ്. ചൂടായി കഴിയുമ്പം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ആയി കഴിയുമ്പം ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇതൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരുപാടങ്ങ് വെന്തുടയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പം ഇതിനകത്തേക്ക് നമുക്ക് അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അത് ഈ ഒരു രീതിയിലാണ് അരപ്പ് വേണ്ടത്. ഒരുപാട് ലൂസ് ആവരുത്. ഇനി ഇത് കുറച്ച് സമയം കൂടി വഴറ്റണം. ഈ തക്കാളി നല്ലപോലെ വെന്ത് മസാലയുടെ കൂടെ അങ്ങ് ചേരണം. ഇതിനകത്ത് ഈ സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും കൂടി ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് ഉപയോഗിച്ചത് കേട്ടോ. അതും കൂടെ ചേർത്ത് അതിൻ്റെയൊക്കെ ഒരു ചുവയൊക്കെ മാറി തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർക്കാം. കുക്കറിൽ വെള്ളം ഉണ്ടാവും, ആ ബീഫ് വേവിച്ചെന്ന് വരുന്ന വെള്ളം ഉണ്ടാവും. അതും കൂടിയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ വാങ്ങിച്ച ബീഫ് നല്ല സൂപ്പർ ക്വാളിറ്റി സാധനമായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഒത്തിരി ബീഫ് വീട്ടിൽ വാങ്ങാറില്ല, വല്ലപ്പോഴുമാണ്. അപ്പം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒത്തിരി നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഇത് വാങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഞാൻ ടെറീസ് മീറ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഇതുപോലെ മീറ്റ് പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്, അവരുടെ നിന്നാണ് വാങ്ങിയത്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. എന്നാലും ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെങ്കിലോ എന്ന് വിചാരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ടെറീസ് മീറ്ററി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മീറ്റിൻ്റെ ക്വാളിറ്റി ആയാലും കസ്റ്റമർ സർവീസ് ആയാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീഫും അതിനകത്തുണ്ടായിരുന്ന വെള്ളവും എല്ലാം ഒഴിച്ചു. അതിനകത്തേക്കൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ബീഫ് മാത്രം ആയാലും ഇത് നല്ല ടേസ്റ്റിയാണ് കറി. എനിക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനകത്ത് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് കൂടുതൽ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം.
കറിയിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു കപ്പും കൂടി വെള്ളം ചേർക്കാം. അപ്പോൾ നിങ്ങൾ നല്ലപോലെ വറ്റിച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം പുട്ടിനോ അപ്പത്തിനോ ഒക്കെ ആണെങ്കിൽ കുറച്ച് കറി വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം ഞാനൊരു 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്യണം. നല്ലപോലെ ആ ബീഫിൽ ആ മസാലയൊക്കെ പിടിക്കണം, ഉരുളക്കിഴങ്ങും ഒക്കെ വെന്ത് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കണ്ടോ, ഇതുപോലെ ആ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം, ഒട്ടും വെന്ത് ഉടഞ്ഞു പോകരുത്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇതുപോലെ വറ്റിച്ച് റെഡിയാക്കി എടുത്താൽ മതി. ആവശ്യത്തിന് കറിയും ഉണ്ട്. ബീഫ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ബീഫിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഈ ഒരു ബീഫ് കറി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പറഞ്ഞ പോലെ ഈസ്റ്ററും റമദാനും ഒക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഞാൻ ചെയ്യുന്ന നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയാണിത് കഴിക്കാൻ പോകുന്നത്. ഇത് പുട്ടിനും അപ്പത്തിനും ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പറാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.